വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിന് ഒരു ശാശ്വത പരിഹാരമെന്ന വലിയ ലക്ഷ്യവുമായി അവിടെ ചർച്ചകളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ആ നിലയ്ക്കുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും ഈ വന്യമൃഗശല്യത്തെ പ്രായോഗികമായി എങ്ങനെ പ്രതിരോധിക്കാം എന്നതിലാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് വയനാട് വൈത്തിരിയിലെ ജനകീയ ഫെൻസിംഗ്. കണ്ണഞ്ചാത്ത് മുതൽ ലക്കിടി വരെ ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണങ്ങളില്ല. നാട്ടുകാരും പഞ്ചായത്തും ചെറുകിട തോട്ടം ഉടമകളും എല്ലാവരും സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ ഈ മന്ത്രിതല സംഘമൊക്കെയും ഈ ജനകീയ ഫെൻസിംഗ് എന്ന ഈ ഒരു ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയുണ്ടായി. അതിനുശേഷം അത് വളരെ ഗൗരവത്തിൽ കാര്യത്തിൽ തന്നെ പരിഗണിക്കുന്നുണ്ട്. ഈ ജനകീയ ഫെൻസിംഗ് സംബന്ധിച്ചാണ് നമ്മളും കൂടുതലായി ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുൻപ് മന്ത്രി കെ രാജൻ ഈ ഫെൻസിംഗ് പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേൾക്കാം. കൂടി ഇവിടെ ഉയർന്നു വന്നാൽ അതുകൂടി ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വേണം എന്ന ആവശ്യം ഞങ്ങൾ കരുതിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജനകീയ സമിതി. അത് താഴത്ത് പഞ്ചായത്ത് നിലവാരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധ്യക്ഷന്മാരായി, പഞ്ചായത്ത് തലത്തിലും വാർഡ് അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ അധ്യക്ഷന്മാരായി വാർഡ് തലത്തിൽ തുടരണം എന്നാലോചിച്ചു. അതിനൊരു നല്ല മാതൃക വയനാട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ടായത് വൈത്തിരിയിലുള്ള ജനകീയ ഫെൻസിംഗ് ആണ്. 5 കിലോമീറ്റർ ദൂരത്തോളം നടത്തിയ ഫെൻസിങ് ഇപ്പോഴും തുടർച്ചയായിട്ട് അവരുടെ മോണിറ്ററൈസിങ്ങിന്റെ ഭാഗമായി മാറാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതും നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. MLA-മാരുടെ ഫണ്ട് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നടത്തണം എന്ന പൊതു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ആവശ്യവും വളരെ പോസിറ്റീവായി പരിഗണിക്കാൻ തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അനൂപ് കെ ആർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. അനൂപ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കേട്ടത് ഈ ഉന്നതതല യോഗത്തിനിടയിൽ മന്ത്രി കെ രാജൻ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനകീയ ഫെൻസിംഗ് പരിപാടി അത് വിശദീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു മികച്ച ആശയം എന്നതാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി എന്താണ് ഈ ജനകീയ ഫെൻസിംഗ്, എങ്ങനെയാണ് ഇപ്പോൾ ആ പഞ്ചായത്തിൽ ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് അനൂപ് പറയൂ. കാവ്യ, ഗുഡ് മോർണിംഗ്. മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം മന്ത്രിതല സന്ദർശനത്തിനിടെ പരാമർശിച്ച ജനകീയ ഫെൻസിംഗ് നടപ്പിലാക്കിയ പ്രദേശത്താണ് ഞാനുള്ളത്. വൈത്തിരി പഞ്ചായത്തിലെ ചുണ്ടേൽ ഒലിയുമല എന്ന സ്ഥലത്താണ് ഇത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിരൂക്ഷമായ വന്യമൃഗശല്യം വയനാട്ടിൽ പൊതുവിൽ എന്നതുപോലെ ഇവിടെയും ആ രീതിയിൽ അതിരൂക്ഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ആന ശല്യമില്ല, കാട്ടാന ശല്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാന കാരണം ഈ മേഖലയിൽ പഞ്ചായത്തും ജനങ്ങളും ചെറുകിട തോട്ടം ഉടമകളെല്ലാം നടപ്പാക്കിയ ഒരു ജനകീയ ഫെൻസിംഗ് ആണ്. അതിനായി ഒരു 5 കിലോമീറ്റർ ദൂരം, കണ്ണഞ്ചാത്ത് മുതൽ ലക്കിടി വരെ ഒരു 5 കിലോമീറ്റർ ദൂരം അവർ പണം ശേഖരിച്ച് എല്ലാമാണ് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പ്ര മലമേഖലയിൽ നിന്ന് സ്ഥിരമായി എത്തിയ ആനകൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അവരുടെ ഒരു സമാധാന ജീവിതം ജനങ്ങൾക്ക് തിരികെ കിട്ടി. ഏതായാലും ഈ പ്രദേശത്ത് തോട്ടമേഖലയാണ്, ഒരുപാട് ചെറുകിട തോട്ടങ്ങൾ ഉൾപ്പെടെയുണ്ട്. തോട്ടം തൊഴിലാളികൾ കൂടുതലായിട്ട് ജീവിക്കുന്ന പ്രദേശമാണ്. അവരുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരുന്ന വലിയ ഒരു വന്യമൃഗശല്യം ആ രീതിയിൽ പരിഹരിക്കാൻ ഈ പ്രദേശത്തുകാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മികച്ച ഇത്തരം പദ്ധതികളിൽ ഒരു മികച്ച ഉദാഹരണമായി അത് മാറുകയും ചെയ്തു. ഈ കെ രാജൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ചത് ആ മാതൃകയുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ്. ഒരുപക്ഷെ ആ പദ്ധതിക്ക് ആ രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും മറ്റുമെല്ലാം തുടർന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രദേശത്തെ ഒലിവുമല മേഖലയിലാണ്. ഇവിടെ ഈ ചേലോട് എസ്റ്റേറ്റിലെ ഒരു ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഉണ്ട്. അവരെല്ലാം ഈ പദ്ധതിക്ക് പണം നൽകുകയും മറ്റും ചെയ്തവരാണ്. ഫാദർ ഫ്രാൻസിസ് ചേരമൻ എന്ന ഈ ചേലോട് എസ്റ്റേറ്റിൻ്റെ ഒരു പ്രതിനിധി നമ്മളോടൊപ്പം ഉണ്ട്. അവരൊക്കെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൃത്യമായി ഇടപെട്ടവരാണ്. ഫാദർ, ഈ ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇത്തരൊരു ആലോചനയ്ക്ക് കാരണം? ഒരു വർഷം മുമ്പ് വരെ ഈ പ്രദേശം ആനകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം. തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒപ്പം ഈ ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണണമെന്ന് ആഗ്രഹിച്ച സമയത്താണ് വൈത്തിരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റും മെമ്പർമാരെല്ലാം കൂടി ഒരു കൂട്ടായ ചർച്ചയിൽ എടുത്തൊരു തീരുമാനം, ഈ പ്രദേശത്ത് ഒരു ജനകീയ ഫെൻസിങ് ഗവൺമെൻറ്റിന് മാത്രം നേരിടാൻ പറ്റുന്ന ഒന്നല്ല ഈ വന്യമൃഗ ജീവികളുടെ ആക്രമണം എന്നുള്ളൊരു ബോധ്യമായപ്പോൾ ആ ഒരു നേതൃത്വം വൈത്തിരി മോഡൽ എന്ന രീതിയിലേക്ക് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിട്ടതിന് ശേഷം നമുക്കൊരു വർഷമായിട്ട് തന്നെ
ഈ വന്യമൃഗങ്ങളുടെ ശല്യം കുറേ കുറഞ്ഞു. ആനകളുടെ ഇതെല്ലാം മറ്റ് ജീവികൾ വരുന്നുണ്ടെങ്കിലും ആനകളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും ഈ വൈത്തിരി മോഡൽ കേരളത്തിനും പ്രത്യേകിച്ച് വയനാട്ടിനും ഉപകാരപ്പെടാവുന്നതും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കുറേ എല്ലാം കരകയറാനായിട്ട് നമുക്ക് സാധിക്കും എന്നതാണ്. അതാണ് ഫാദർ ഫ്രാൻസിസ് പറഞ്ഞത്. ഈ ജനങ്ങൾ ഏതൊരു വിധത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനം കൊണ്ട് അവർക്ക് ആശ്വാസമായി എന്നുള്ളതാണ്. വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് നമുക്കൊപ്പമുണ്ട്. ഈ വൈത്തിരി പഞ്ചായത്തിൻ്റെ ഒരു വലിയ സഹകരണം ഈ പദ്ധതിക്കുണ്ടായിരുന്നു. പ്രസിഡന്റ്, ഇപ്പം എന്തൊക്കെ ഈ തുക സംഭരിക്കൽ, അതോടൊപ്പം വനംവകുപ്പിൻ്റെ പദ്ധതികൾക്കായി കാത്തിരിക്കൽ, ഇതിങ്ങനെ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതത്തിന്, സമാധാന ജീവിതത്തിന് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ ആദ്യഘട്ടത്തിലുള്ളൊരു ആലോചനയൊക്കെ എങ്ങനെയാണ്? ഒരു വലിയ രൂപത്തിലുള്ള ആനയുടെ ശല്യമാണ് ഈ പ്രദേശത്തും ഒക്കെ വലിയ ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഗ്രാമസഭകളിൽ നിന്നൊക്കെ വലിയ രൂപത്തിലേക്ക് ആശങ്കകൾ ഉണ്ടാവുകയാണ്, പരാതികളൊക്കെ ആയി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനുൾപ്പെടെ MLA MP ഉൾപ്പെടെയുള്ളവരെല്ലാവരും സമീപിക്കുകയും ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഫണ്ട് ലഭിക്കുന്നൊരു നിലയുണ്ടാവില്ല എന്ന് കണ്ടപ്പോഴാണ്. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്നതിനപ്പുറത്തേക്കായി എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഈ പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതൊരു കൂട്ടായ ആലോചന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഉൾപ്പെടെ ആലോചിച്ചു. നമുക്കെന്നാൽ സ്വന്തമായി കൊണ്ട് തന്നെ ജനകീയ ഫെൻസിങ് എന്നുള്ള നിലയിലേക്ക് മാറാം. അപ്പോൾ അതിന് സഹകരണം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ സ്ഥാപനങ്ങളുണ്ട്, അതേപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെ സംഭാവനകളായി വാങ്ങി നമ്മൾ വളരെ ചിലവ് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ നീളത്തിലേക്കാണ് വെറും ഒരു 4.5 ലക്ഷം രൂപ കൊണ്ടാണ് നമ്മളിപ്പോൾ ജനകീയ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. നിരവധി പ്രയാസങ്ങൾ ഈ ഇത് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായി. ഈ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് രാവിലെ തോട്ടത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. പണിക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ തൊഴിലിടങ്ങളിലേക്കാണെങ്കിൽ ആർക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഫെൻസിങ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് എല്ലാവരും ഒരു വലിയ എന്തൊരു പ്രതിരോധമുണ്ട് എന്നുള്ള നിലയിലേക്ക് തന്നെയായി ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഇത് വിജയകരമായി തുടരുകയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇവിടുത്തെ ഒരു റോണിയും അതേപോലെ തന്നെ റോണിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇത് ചെയ്യുന്ന നിലയുണ്ട്. അങ്ങനെ ജനകീയമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ അടിക്കാർഡ് ഉൾപ്പെടെയൊക്കെ വെട്ടുന്നത്. അങ്ങനെ ജനകീയമായി ഇത് സംരക്ഷിച്ച് ഇത് മുന്നോട്ടേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് വലിയ ആശ്വാസത്തിലാണ്. ഇതൊരു മാതൃകയായി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെ ഇത് പറയുന്ന നിലയുണ്ടായി. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കാണുന്നത്. ഇത്തരത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരു നാട് തദ്ദേശ സ്ഥാപനവുമായി സഹകരിച്ച് ഏതു വിധത്തിൽ അവരുടെ ഒരു ഒരു അതിജീവന ശ്രമം നടത്തിയെന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഈ രീതിയിലാണ് ഇവിടെ പൊതുവിൽ വന്യമൃഗശല്യം പരിഹരിക്കപ്പെട്ടത്. വയനാട് പൊതുവിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്ന ഒരു സമയത്ത് ഒരു മികച്ച ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള പദ്ധതിയുടെ ഉദാഹരണമായി ഇത് ഏതായാലും മാറുന്നു. ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഫാദറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പറഞ്ഞത്. വലിയ പദ്ധതികൾക്കായി കാത്തു നിൽക്കാതെ തങ്ങൾക്കാവുന്ന വിധത്തിൽ നമുക്ക് ചുരുങ്ങിയൊരു പണമാണ് ഈ ഒരു പദ്ധതിക്കായി വിനിയോഗിക്കേണ്ടി വന്നത്. എന്നാൽ അത് എല്ലാവരുമായി സഹകരിച്ച് എല്ലാവരുടെയും സംഭാവനകൾ സ്വീകരിച്ച് നടപ്പാക്കുന്ന സാഹചര്യമുണ്ടായി. ആ വിധത്തിൽ ഒരു നാട് ഒരു വലിയ ശ്രമം ആ രീതിയിൽ നടത്തി അത് വിജയം കാണുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ജനകീയ പങ്കാളിത്തത്തോടും മറ്റും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായാണ്. വ്യക്തമാണ്. എന്തായാലും ഈ ഒരു ചെറിയ പദ്ധതി കൊണ്ട് എത്ര വലിയ ആശ്വാസമാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചറിയുന്നത് എന്നതിൻ്റെ നേരിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെയുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.